സാമൂഹിക സുരക്ഷാ പെൻഷൻ കാത്തിരിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷന്റെ ഒരു ഗഡു വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ വിതരണം ഇന്ന് ഉണ്ടാവുകയില്ല. നാളെ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയും ഇല്ല. അതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് പുറത്തിറങ്ങാത്തതാണ് പ്രധാന കാരണം. 1600 രൂപ വീതം 60 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകാനായിട്ട് 900 കോടി രൂപയാണ് വേണ്ടിവരുന്നത്. ഈ തുക ഉടൻ നൽകണമെന്ന് CPM നിർദ്ദേശവും നൽകിയിരുന്നു. അതിനെ തുടർന്ന് തുക പ്രഖ്യാപിച്ചതായിട്ട് പ്രഖ്യാപനവും എത്തിയിരുന്നു. എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയിട്ടില്ല. തുക അനുവദിച്ചാണ് ഉത്തരവ് ഇറക്കേണ്ടത്. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും ക്ഷേമ പെൻഷൻ തുക വീടുകളിൽ എത്തുന്നതായിരിക്കും. പക്ഷേ ഉത്തരവ് എന്നിറങ്ങും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി KN ബാലഗോപാലൻ എത്രയും പെട്ടെന്ന് ഇടപെടും എന്നുള്ളതാണ് സൂചന. നിലവിലത്തെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവ് ഇറങ്ങാൻ കാരണമെന്നും ചില വിലയിരുത്തലുണ്ട്. പെൻഷൻ വിതരണം ജൂലൈ 24-ാം തീയതി തന്നെ തുടങ്ങുമെന്നും ധനമന്ത്രി KN ബാലഗോപാലൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടതായിട്ടുള്ളത്. അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ സംസ്ഥാന ബജറ്റിൽ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്തുകൂടെ എന്ന് സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ബോധിച്ചിരുന്നു. പെൻഷൻ മുടക്കുവന്നതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഈ ഒരു ചോദ്യം. കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതവും അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള സെസ്സും കിട്ടിയിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശിക അത് വിതരണം ചെയ്യുന്നില്ല എന്ന് മറിയക്കുട്ടിയുടെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ തന്നെ മരുന്ന് വാങ്ങാൻ പോലും സാമ്പത്തികമില്ല എന്ന് ബോധിപ്പിച്ചിരുന്നു. എന്നാൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ നിയമപരമായിട്ടുള്ള അവകാശമല്ലെന്നും അത് ധനസഹായമാണെന്നുമാണ് സർക്കാരിൻ്റെ വാദം. കൂടുതൽ പെൻഷനുമായുള്ള അറിയിപ്പുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കല്ലേ.